അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കട്ടോ. ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രം തന്നെ ഉള്ളൂ അടുക്കളയില്. അപ്പൊ എനിക്കിങ്ങനെ മൊബൈൽ ഇങ്ങനെ കണ്ടപ്പോഴേക്ക് ഞാൻ എന്റെ പണ്ടത്തെ വീഡിയോ ഇരുന്ന് കാണിയിരുന്നു കേട്ടോ. നമ്മുടെ വാഴാനീത്തെ വിശേഷങ്ങളൊക്കെ ഇരുന്ന് കാണിയിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഇരുന്നപ്പോഴേക്ക് അതൊക്കെ കാണണം തോന്നി. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടപ്പോ അതിലത്തെ ഓരോ കാര്യങ്ങൾ കണ്ടപ്പോഴും അപ്പോഴത്തെ നിങ്ങളുടെ കമന്റ്, നമ്മുടെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരുടെ കമന്റുകൾ കണ്ടപ്പോഴൊക്കെ എനിക്ക് എന്താ പറയാ, നിങ്ങളോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി എനിക്ക്. നമ്മുടെ ഈ ഫാമിലിയിൽ പെട്ട ആൾക്കാരോട്, അതായത് എന്റെ സബ്സ്ക്രൈബർമാരോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹം തോന്നി. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി. അപ്പൊ ഞാന് വന്നതാട്ടാ നിങ്ങളോട് വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നേക്കാം. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ക്ലാസ് ഒക്കെ വെച്ചിരുന്നിട്ട് നമ്മള് വീഡിയോ ഒക്കെ ഇരുന്ന് കാണായിരുന്നു. വെറുതെ ഒരു രസം. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കാണായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ അവിടെ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, പിള്ളേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ കറി എന്തെങ്കിലും വെക്കണോന്ന് ആലോചിച്ചിട്ട് അടുക്കളയിലേക്ക് വന്നാട്ടോ. എനിക്ക് തോന്നി കറിയൊന്നും വെക്കണ്ട. രാവിലത്തെ ഒരു 3 ദോശ ഉണ്ടായിരുന്നു, അത് ആച്ചോട്ടൻ കഴിച്ചു. ആച്ചോട്ടൻ ഇനി ചോറൊന്നും തിന്നില്ല. പിന്നെ പിള്ളേർക്ക് ഞങ്ങൾ ചമ്മന്തി ഉച്ചക്കലത്തെ അതും ഇതൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ടൊക്കെ ഒന്ന് രാത്രി തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ കറിയൊന്നും വെക്കണ്ട വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ പഴയ മൊബൈലിലത്തെ പഴയ പഴയ വീഡിയോസിനെക്കാളും കൂടുതൽ ഞാൻ കണ്ടത് കമന്റുകളാട്ടാ. കുറെ കമന്റുകളും ലാസ്റ്റ് ഞാൻ അവിടുന്ന് വാഴാനിന്ന് ഇറങ്ങി പോരുന്ന ആ വീഡിയോയും ഒക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോ അതിലത്തെ കുറെ കമന്റുകളും ഒക്കെ വായിച്ചു. എല്ലാം വായിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫാമിലിയിൽ പെട്ട നിങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സ്നേഹം തോന്നി. കുറെ ആൾക്കാരോട് ഇട്ടാ എന്തൊരു സ്നേഹത്തിലാ എല്ലാരും കമന്റ് ചെയ്തേക്കുന്നത് അല്ലെ. എന്തൊരു എന്താ പറയാ, നമ്മളുടെ ഉള്ളറിഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു സ്നേഹം തോന്നിട്ടാ. അപ്പൊ എനിക്ക് തോന്നി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അതൊക്കെ പറയണം, ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നി. പിന്നെ 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. വേറെ ഒന്നല്ല, ഒരു സുഖല്യ, മനസ്സൊന്നും ശരിയല്ലാന്നേ. മനസ്സൊക്കെ എവിടേക്കാണ് ആവോ ഇപ്പോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല. അപ്പൊ വിചാരിച്ചു മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയി, എല്ലാം ഒന്ന് സെറ്റായി. മനസ്സ് ഉള്ളടത്ത് ശരീരത്തില്ല, ശരീരത്തിനോടത്ത് മനസ്സെത്തില്ല എന്നൊക്കെ പണ്ടുള്ളവര് പറയില്ലേ, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് പറയണത്. പക്ഷെ മനസ്സൊന്നും ശരിയല്ലടോ. അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു 2 ദിവസം വീഡിയോ ഇടണ്ട, ഒക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ, വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഒന്ന് മാറട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാതിരിക്കട്ടെ. പക്ഷെ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ എനിക്ക് ഒരു ഉണർവ് വന്നു, മനസ്സിൽ ഒരു സന്തോഷം തോന്നി കണ്ടപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാന്ന്, അങ്ങനെ വന്നതാട്ടാ. അപ്പൊ ഞാൻ ഈ കണ്ണാട വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നേന്ന് അടുക്കളയില്. ഞാൻ അടുക്കളയിലാണ് കേട്ടോ ഇരിക്കുന്നത് കേട്ടാ. അടുക്കളയിൽ ഇരിക്കുകയാണ്. പിള്ളേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതൊക്കെ കാണുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പോ നിങ്ങളായിട്ടൊക്കെ ഒന്ന് പറയാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ, എല്ലാവരും കമന്റില് വിശേഷങ്ങളൊക്കെ എഴുതട്ടെ. ഇനി ഓണം വരാറായില്ലേ. ഓണത്തിനുള്ള ഒരുക്കങ്ങളാവും എല്ലാവരും. കുട്ടികളൊക്കെ ഓണത്തിനുള്ള പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളിലാവും. അമ്മമാരൊക്കെ ഓണത്തിന് കൊല വാങ്ങണ്ടാവും, ഡ്രസ്സ് വാങ്ങണ്ടാവും, പൂക്കളിടണം, അങ്ങനെയുള്ള ധൃതിയിലും പൈസക്കുള്ള ഓട്ടവും പാച്ചിലും ഒക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ എല്ലാവരുടെയും ഓണം ഒക്കെ ഉഷാറായി വരട്ടെ എന്ന് ഞാൻ മുന്നേ കൂട്ടിയിട്ട് ഞാൻ പറയാണ് കേട്ടാ. ഉഷാറാവട്ടെ എല്ലാവരുടെയും ഓണം. ഓണത്തിന് സദ്യ കഴിക്കുമ്പോഴും ഞങ്ങളതിനും കൂടി ഒക്കെ ഒന്ന് എല്ലാവരും ഓർക്കുക. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും ഓണസദ്യ ഒക്കെ കഴിക്കുമ്പോൾ ഓർക്കുക കേട്ടാ. പിന്നെ തിങ്കളാഴ്ച നമ്മുടെ കുഞ്ഞുവിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും അവന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. പിന്നെ ആഘോഷങ്ങളൊന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ പ്ലാൻ ചെയ്തുകൂടാന്നൊന്നുമില്ല. നമ്മുടെ ഒരു എന്താ പറയാ, അവന്റെ നമ്മുടെ ഒരു എന്ന് പറയുന്നത് നമ്മളെ കുഞ്ഞുവിന്റെ ഒരു ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ കേക്കൊന്നും വേണമെന്നൊന്നും ആഗ്രഹമില്ല. അവന് മന്തി, ബിരിയാണി അങ്ങനെയുള്ളതിനോടാണ് താല്പര്യം. എന്താന്ന് അറിയില്ല, ഇൻഷാ അല്ലാഹ് പഠിച്ചോന്റെ കയ്യിലാണ് കിടക്കുന്നത്. നോക്കട്ടെ എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ തിങ്കളാഴ്ച അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പൊ അവന് വേണ്ടിയിട്ട് എല്ലാവരും മുന്നേ കൂട്ടി പറയാണ് ദുആ ചെയ്യണം എന്നുള്ളത്. വീഡിയോ ചിലപ്പോ ഉണ്ടാവും കേട്ടോ, തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് വീഡിയോ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ 2 ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്, നിങ്ങൾ ഇനി അന്വേഷിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടൊക്കെ വന്നതാണ്. അപ്പൊ ഞാൻ എന്തായാലും കുട്ടികളെ കാണിച്ചു തരാം. കുട്ടികളെ എല്ലാവരും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ കുഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കളിക്കായിരുന്നു, ഗെയിം കളിക്കുക അല്ലെ, ലുഡോ.
ഏത് നേരെ ലുഡോ കളിക്കില്ല പണി. എനിക്കത് കാണുന്നത് കഴിയില്ല. അത് കാരണം ഞാൻ അവിടെ പോയിരിക്കുന്നില്ല. അത് കാരണം ഞാൻ അടുക്കളയിൽ വന്നിരിക്കുന്നത് മാറിയിട്ട്. എപ്പോഴും ലൂഡോ കളിക്കില്ല പണി. അപ്പൊ എന്റെ കുട്ടിയുടെ പിറന്നാളാണ് തിങ്കളാഴ്ച. എത്രാമത്തെ പിറന്നാളാ? 14 കണ്ടാ തോന്നുന്നു. എന്താ പറയാ 14ാമത്തെ. അന്നത്തെ ദിവസം പറയാൻ പാടില്ല എന്നാ പറയട്ടെ. അതുകൊണ്ട് പിറന്നാളിന്റെ അന്ന് എന്താ വയസ്സ് പറയാൻ പാടില്ല. അപ്പൊ ഇപ്പൊ പറയുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. 14ാമത്തെ വയസ്സാട്ടാ കുഞ്ഞിന് വരാൻ പോണത്. ഒരു സെപ്റ്റംബർ 2-ാം തീയതി ആയിരുന്നു ആ മഹാസംഭവം നടന്നതില് കുഞ്ഞോ. അതായത് ശ്രീകൃഷ്ണ ജയന്തി അന്ന് അവിടെ ഹോളി ആശുപത്രിയിൽ വെച്ചിട്ട്, വടക്കാഞ്ചേരി നമ്മുടെ ഹോളി ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഞാൻ എന്റെ കുഞ്ഞുവിനെ പ്രസവിച്ചത്. കുഞ്ഞുവിനെ മാത്രം ഇട്ടാ ഹോളിയിൽ വെച്ചിട്ട് പ്രസവിച്ചത്. ആച്ചൂട്ടനെയും ഇഷമോളേനെയും ഡിവൈനിലാണ് പ്രസവിച്ചത്. ആച്ചൂട്ടനെ ഡിവൈനിൽ തന്നെ പ്രസവിച്ച്. ഡിവൈനിൽ ശ്രീനിവാസ ഡോക്ടർ ആയിരുന്നു. ഇഷമോളേനെയും ശ്രീനിവാസ ഡോക്ടർ ആയിരുന്നു. അവിടെ തന്നെ പ്രസവം നിർത്തിയതും ഒക്കെ കേട്ടാ. അപ്പൊ കുഞ്ഞുവിനെ മാത്രം എന്താ ഹോളിയിൽ പ്രസവിച്ചെങ്കിലേ എന്താ എന്റെ താത്താരൊക്കെ അത് അറിവില്ലായ്മ ഒന്നുമല്ല. എന്റെ താത്താരൊക്കെ അവിടെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹോളി സുജാ ബോബിൻ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അവിടെ അല്ലേ കാണിക്കുള്ളൂ. താത്താരനൊക്കെ എവിടെ കാണിച്ചെങ്കിൽ പിന്നെ അന്ന് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ആ ഡോക്ടർ അവിടുന്ന് മാറി തോന്നുന്നുണ്ട്. ആച്ചൂട്ടനൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് ദയയിലേക്ക് പോവുക എന്തോ ഉണ്ടായിണ്ട് അവിടെ ആ സമയത്ത്. അതുകൊണ്ടാണ് പിന്നെ അവിടെ കാണിക്കാണ്ട് പിന്നെ മറ്റൊരു 2 ഡിവൈനിലേക്ക് പോയത് കേട്ടോ. മൂട്ടുപാറ ആശുപത്രിയിലേക്ക് എനിക്ക് പോവാൻ പേടിയായിരുന്നു. എന്താ പറയാ എന്താന്നറിയില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ എന്തോ ഒരു പേടിയാണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ പൈസയിലാടെ കണ്ട് വട്ടം തിരിയണ സമയമായിരുന്നു. എന്നിട്ടും ഗവൺമെന്റ് ആശുപത്രിയിൽ പോവാൻ എന്തോ ഒരു പേടി പോലെയൊക്കെ തോന്നിയിട്ടാണ് പോവാതിരുന്നത്. ഞാൻ അത് വെച്ചിട്ടിരിക്കുന്നൂടാ എന്താ പറയാ പോവാതിരുന്നത് കേട്ടാ. അപ്പൊ പറഞ്ഞു തരുന്നത് എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. എല്ലാരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ എന്തിനു കരയുന്നു? പ്രാർത്ഥിക്കുക. നല്ല ബുദ്ധി ഉണ്ടാവാൻ പ്രാർത്ഥിക്കട്ടെ. അതില് ബുദ്ധി ഉണ്ട് ഇതില്, അത് പ്രയോഗിക്കണില്ല. അതിങ്ങനെ കളിച്ച് നടക്കുകയാണ്. അപ്പൊ ആ ബുദ്ധിയും കൂടി വരാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിൽ കളിമണ്ണ് നിറഞ്ഞു തുടങ്ങി ബുദ്ധി ഒന്നും ഉപയോഗിക്കാം, മരവിച്ചു. അപ്പൊ അതിനും കൂടിയിട്ട് എല്ലാരും ഒന്ന് ദുആയിൽ ഉൾപ്പെടുത്താട്ടോ. അപ്പൊ മറ്റൊരു 2 കൂടിയിട്ട് ലുഡോ കളിക്കുന്നേവും ഒപ്പാടെ കൂടി ഇരുന്നിട്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഞാന് വെറുതെ വന്നതാണ്. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത നല്ല വീഡിയോ അതുകൊണ്ടാണ് എനിക്കൊരു പൂതി ഇളകിയിട്ട് പോയതാണ് ഞാൻ വീഡിയോ എടുക്കാനേ. ഞാൻ നമ്മുടെ പണ്ടത്തെ വീഡിയോ ഇരുന്ന് കാണില്ലായിരുന്നു. അതൊക്കെ വാഴാനത്തെ വീഡിയോ ഇരുന്ന് കാണായിരുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ കണ്ടപ്പോ കമന്റുകൾ കണ്ടപ്പോ എനിക്ക് അപ്പൊ തന്നെ വീഡിയോ എടുക്കണം തോന്നി. അത് കാരണം വന്നതാട്ടോ. അപ്പൊ എല്ലാരും പണ്ടത്തെ പോലെ തന്നെ ഞങ്ങളതിനെ സ്നേഹിക്കണം. ഞങ്ങളുടെ എന്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ എന്റെ വാക്കിലൂടെ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക. നിങ്ങൾ പറയണോണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറയണോണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞു തരിക. വീഡിയോ നന്നാവണില്ലെങ്കിലും വീഡിയോ നന്നാവുണ്ടെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അതും അറിയിക്കുക. പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. സന്തോഷത്തിലാണെങ്കിൽ അതും അറിയിക്കുക. അപ്പൊ എന്താണെങ്കിലും ഇനി എന്തായാലും നാളെ അല്ലെങ്കിൽ മറ്റന്നേ ഇനി ബർത്ത്ഡേ വ്ളോഗോ ഒക്കെ ആയിട്ട് വരാൻ പറ്റിച്ചിങ്ങ ഇൻഷാല്ലാ വരണ്ട്. കുഞ്ഞോ എനിക്കൊന്നും പറയല്ലേ? ഞാൻ എന്താ അറിയണ്ട്. അപ്പൊ വരാൻ പറ്റിച്ചിങ്ങ വരണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ സപ്പോർട്ട് ചെയ്യട്ടാ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. സപ്പോർട്ട് കമന്റുകൾ കുറയുമ്പോഴും സപ്പോർട്ട് കുറയുമ്പോഴും ചെറുതായിട്ടൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പൊ സപ്പോർട്ട് ചെയ്യാട്ടാ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നീട് വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.